സ്വന്തം മകളെ വിവാഹം ചെയ്യാമെന്നും ലൈംഗിക ബന്ധം ചെയ്യാമെന്നും പറയുന്നുണ്ടല്ലോ. ഇനി ഖുർആനിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഷാഫി മദ്ഹബിലുണ്ടല്ലോ. അതെന്തായാലും നിങ്ങൾ ഷാഫി മദ്ഹബിലുണ്ടല്ലോ. ഇതാണ് ഇപ്പോ ചില ആളുകളൊക്കെ വലിയ ആനക്കാര്യമായി കൊണ്ടു നടക്കുന്നത്. നമുക്ക് ഇവിടെ നമ്മളെ വഹാബി കുട്ടികളും അല്ലാതെ രംഗത്ത് വരുന്നുണ്ട്. കിട്ടിയ കലക്ക് വള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ മദ്ഹബ് ശരിയല്ല, ഷാഫി മദ്ഹബിൽ കണ്ട് അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉറഞ്ഞു തുള്ളുന്ന വഹാബി കുട്ടികളോടും അതുപോലെ നമ്മുടെ യുക്തിവാദി കുട്ടികളോടും ഒരു അല്പം വിനയത്തോടെ ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഒന്ന് ക്ഷമയോട് കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കണം. ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ ഖുർആനിൽ ബാപ്പക്ക് വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന മകളെ കല്യാണം കഴിക്കാമെന്ന ആയത്ത് ഇല്ല. ഉണ്ടെങ്കിൽ ആരിഫിനിക്ക് ഓടേണ്ടി വരില്ല, അവിടെ പുല്ലുപോലും മുളച്ചിട്ടില്ല, അങ്ങനത്തെ ഓട്ടമാ ഓടിയത്. അപ്പൊ ആ വിഷയത്തിൽ തർക്കമില്ല. പിന്നെ ചില ആളുകളൊക്കെ പറയുന്നത് എന്നാ പിന്നെ അത് ഷാഫി മദ്ഹബിലാണ്, ഷാഫിന്റെ കിതാബിലാണ്. ഒരാൾ പറയാണ് ഷാഫിന്റെ കിതാബിലാണ്. അല്ല, ഈ പറയുന്ന ആളുകൾ ആരാണ്? നിങ്ങൾ കണ്ടു നോക്കൊരു വീഡിയോ. ഈ ഷാഫി മദ്ഹബില് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകള് ഒന്ന് കണ്ടു നോക്ക്. സ്വതന്ത്രത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അത് ഒരു പാർട്ടാണ്. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് കേട്ടല്ലോ, പരസ്പര സമ്മതത്തോടു കൂടെ ആണെങ്കിൽ ബാപ്പക്ക് മക്കളോടും മക്കൾക്ക് ഉമ്മയോടും ഇങ്ങനെ തുടങ്ങി ആങ്ങൾക്ക് പെങ്ങളോടും എല്ലാരോടും പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ അതൊന്നും എതിർക്കേണ്ട കാര്യമല്ല, അതൊക്കെ നല്ല കാര്യമാണ് എന്ന് പറയുന്ന ആളുകളാണ് ഇസ്ലാമിൽ വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത് യുക്തിവാദികളോടാ. ഇനി നമ്മളുടെ വഹാബി കുട്ടികളോട്, ഷാഫിയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന വഹാബി കുട്ടികളോട് എന്താണ് ഷാഫി മദ്ഹബിലുള്ളത്? ഷാഫി ഇമാം എന്താ പറഞ്ഞ ഈ വിഷയത്തെ കുറിച്ച്? ആദ്യം അത് കേട്ടതിനു ശേഷം നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾ കണ്ടു നോക്കിയ വീഡിയോ. നിങ്ങൾ ഈ കാണുന്ന ഇമാം ഷാഫിയുടെ ഏറ്റവും പ്രസിദ്ധ ഗ്രന്ഥമായ കിതാബുൽ ഉമ്മിന്റെ 9-ാം വാല്യമാണ്. ഇതിന്റെ 243-ാമത്തെ പേജിൽ എന്തെങ്കിലും പറയല്ല, കിതാബ് കാണിച്ചുകൊണ്ട് തെളിവ് സഹിതം ഈ സുഹൃത്ത് വീഡിയോ ചെയ്തത് കൊണ്ട് അത് തന്നെ നിങ്ങളെ കേൾപ്പിക്കാണ്. എന്നിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കേട്ടു നോക്കി. ഇമാം ഷാഫിയുടെ ഏറ്റവും പ്രമുഖനായ ശിഷ്യൻ ഇമാമുൽ മുസനിയുടെ മുഖ്തസറുൽ മുസനി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പറയാണ്, തന്റെ ശിഷ്യനായ മുസനി ഗുരുവായ ഇമാം ഷാഫി പറഞ്ഞതായിട്ട് പറയാണ്, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുത്രിമാരെ വ്യഭിചാരത്തിൽ പിറന്ന പുത്രന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിനെ ഞാൻ വെറുക്കുന്നു. തൊട്ട് താഴെ ഇമാം മുസനി എന്താ പറഞ്ഞത്? നല്ലതാണെന്നോ ചെയ്യണമെന്നാ പറഞ്ഞത്? സലഫി കുട്ടികളെ ഷാഫി ഇമാം ഞാൻ വെറുക്കുന്നു എന്നാ പറഞ്ഞത്. ബാക്കി കേൾക്ക്, എന്നിട്ട് വിശദീകരിക്കാം. അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ്, ഇമാം ഷാഫി എതിർത്തിട്ടുണ്ട് ഒരാൾ അദ്ദേഹത്തിന്റെ വ്യഭിചാര പുത്രിയെ കല്യാണം കഴിക്കാം എന്ന് പറയുന്നതിനെ ഇമാം ഷാഫി എതിർത്തിട്ടുണ്ട്. ഇമാം ഷാഫി ജനിച്ചത് 763-ലാണ്, അതായത് 1258 വർഷങ്ങൾക്ക് മുമ്പ്. ഇതാണ് ഇമാം ഷാഫി സത്യത്തിൽ പറഞ്ഞത്. കേട്ടല്ലോ, അപ്പൊ സംഗതി വ്യക്തമാണ്. ഇനി എന്നെ കേൾക്കുന്ന വഹാബി കുട്ടികളോടും യുക്തിവാദികളോടും ഇവിടെ സത്യത്തിൽ എന്താ ഉണ്ടായത്? ഷാഫിഹി മദ്ഹബ് സൂക്ഷ്മതയോടുകൂടെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അവരുടെ മികവാണ്, കറാമത്താണ്. ഏതുപോലെ ക്ലോണിംഗ് ടെസ്റ്റ്, അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി, ആ കുട്ടിയുടെ ബാപ്പ ആര്? ചർച്ച ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. മാത്രമല്ല, ഒരു മനുഷ്യനും നായയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ നായ പ്രസവിച്ചത് ഒരു മനുഷ്യ കുഞ്ഞിന്റെ രൂപത്തിലാണെങ്കിൽ അത് മനുഷ്യന്റെ നിയമം ആ കുഞ്ഞിന് ബാധകമാണോ? നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ ആരാണ് കൈ കൊടുക്കേണ്ടത് എന്നുള്ള സൂക്ഷ്മത ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഷാഫിഈ കിതാബിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് ലൈംഗിക ബന്ധം എന്നുള്ള തോന്നിയ പോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ബാപ്പയാണെങ്കിലും കുഴപ്പമില്ല, ആണെങ്കിലും കുഴപ്പമില്ല, പെങ്ങളാണെങ്കിലും കുഴപ്പമില്ല, പരസ്പര സമ്മതം ഉണ്ടായാൽ മതി. ആ പരിപാടി ഇസ്ലാമിലില്ല. വിവാഹ ബന്ധത്തിന് ശക്തമായ ഒരു ബഹുമാനമുണ്ട്. അത് നിക്കാഹ്
നിക്കാഹിലൂടെ മാത്രമേ ആ കാര്യം നടക്കാൻ പറ്റുള്ളൂ. നിക്കാഹിലൂടെ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് ഇയാൾ പിതാവായി മാറുന്നുള്ളൂ എന്നുള്ള ചർച്ചയുടെ ഭാഗമായി ഇനി വ്യഭിചാരം നടന്ന് കുഞ്ഞ് ഉണ്ടായാൽ ആ കുഞ്ഞിനെ ഇദ്ദേഹത്തിന്റെ വാപ്പയാണെന്ന് ചേർക്കാൻ പോലും പറ്റൂല എന്നുള്ള സൂക്ഷ്മതയുടെ ഭാഗത്തുള്ള ചർച്ചയാണ്. അവിടെയാണ് മക്കളെ സ്വന്തം മകളെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന കോമരങ്ങളോട് നിങ്ങളോട് ഒന്നേ പറയാനുള്ള വിമർശനം നല്ലതാണ്. മതത്തെ വിമർശിക്കാം, അതിനാരും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. യുക്തിവാദി കുട്ടികളെ, നിങ്ങളെക്കാൾ മൂത്താപ്പമാര്, നിങ്ങളെക്കാൾ തലതൊട്ടപ്പന്മാര് ഈ ഇസ്ലാം വിമർശിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയിട്ടുണ്ട്. തുടക്കത്തിലെ നുള്ളിക്കളയാൻ ശ്രമിച്ചിട്ടുണ്ട്, ബഹിഷ്കരിക്കാൻ നോക്കിയിട്ടുണ്ട്, ബഹിഷ്കരിച്ചിട്ടുണ്ട്, കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അന്നൊന്നും ഇത് തളർന്നിട്ടില്ല. തീയിൽ കുളിർത്തത് വാടൂല മക്കളെ. എന്നിട്ടാ നിങ്ങളെ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വിമർശിച്ചോളൂ. പക്ഷേ ഒരു മതത്തെ പ്രതിക്കൂട്ടിലാക്കി ആ മതത്തെ കുറ്റപ്പെടുത്തിയുള്ള വിമർശനം അത് ആരോഗ്യകരമല്ല, അത് നല്ലതല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇനി ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അത് കമന്റിലൂടെ ചോദിക്കുക, നമുക്ക് വീണ്ടും വിശദീകരിക്കാം. ഇനിയും കാണാം.